ഹലോ ഓൾ, ഡി ബി സി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ തിരക്കേറിയ കുറച്ച് ദിവസത്തിലൂടെയാണ് ഞാൻ കടന്നു പോയതും. അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ ഡെലിവറി പ്രമാണിച്ച് എൻ്റെ ഫാമിലി, അതായത് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ്, എൻ്റെ ഫാദർ ഇൻ ലോ എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സിസ്റ്ററാണ് വന്നത്. അപ്പം ഞങ്ങൾ സിസ്റ്റർ കൂട്ടാൻ പോകുന്നതാണ് കേട്ടോ. അപ്പം കാലിക്കറ്റാണ് ട്രെയിൻ വന്ന് ഇറങ്ങിയത്. അപ്പം സാധാരണ അവൾക്ക് ജോലി തിരക്കുകളൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്നത് വളരെ കുറവാണ്, സമയത്തിരക്കുകളൊക്കെ കാരണം. അപ്പം ഇപ്രാവശ്യമാണ് കുറേ കൂടുതൽ ദിവസം ഇവിടെ നിന്നു. അത് മാത്രമല്ല, എൻ്റെ ഡെലിവറി എന്ന് പറയുമ്പം അറിയാം, വളരെ സന്തോഷം നിറഞ്ഞൊരു ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒത്തിരി സന്തോഷിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളും ദൈവം അതിൻ്റെ കൂടെ തരുമല്ലോ. കാരണം നമുക്കത് ബാലൻസ് ചെയ്ത് പോകണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അമ്മ ചെറുതായിട്ടൊന്ന് വീണ് അമ്മയ്ക്കൊരു ഇഞ്ചുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഒരു സർജറിയൊക്കെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഇത് രണ്ടും നടന്നത് ഒരേ ഡേയ്സിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ നടന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് വേണ്ടൊരു ടൈമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിസ്റ്ററും ഫാമിലിയും എല്ലാവരും, എൻ്റെ ഹസ്ബൻഡ് അടക്കം എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം കൂടെ നടന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂവും ഞങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ച് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ക്രിസ്മസ് ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. ഇഷ്യൂവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു കേക്കൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് അന്ന് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഹോട്ടലൊക്കെ ഉണ്ട്, വള്ളിക്കുന്ന്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ടിരുന്നു. ആ സമയത്താണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന Q&A ആണെങ്കിലും ലൈവൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചെയ്തേ കേട്ടോ. അതായത് എൻ്റെ ഡെലിവറിക്ക് 2 ദിവസം മുമ്പ്. അപ്പം അതിന് കഴിഞ്ഞ് ഡെലിവറി ഡേ ആയപ്പോഴേക്കാണ് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നടന്നത്. അപ്പം അതും എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ടുള്ളതോടുകൂടി അതും നമുക്ക് നന്നായിട്ട് ഓവർകം ചെയ്യാൻ സാധിച്ചു. ഇപ്പം എല്ലാം ബെറ്റർ ആയിട്ടിരിക്കുന്നു. ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞും അമ്മയാണേലും ബെറ്ററായി വരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം ഈ ലാസ്റ്റ് ഡേയ്സിൽ നടന്നത്. 2024 എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. എൻഡിങ്ങിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഡെലിവറി ആയിരുന്നെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ നടന്നു. അപ്പം എന്തായാലും അതൊക്കെ ഓവർകം ചെയ്തു. അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ദൈവവും അതുപോലെ നമ്മുടെ ഫാമിലിയൊക്കെ തന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണേ കേട്ടോ. അതായത് ക്രിസ്മസ് ആ ഒരു ടൈമിൽ. അതിന് ശേഷം 26-നായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. C-സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡെലിവറി കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട്. അപ്പം ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും, അമ്മയും ആണെങ്കിലും ഞാനാണെങ്കിലും രണ്ടുപേരും 2 ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അവിടെയൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് ഫാമിലി നിൽക്കാൻ പറ്റി. അതും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായേനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഇഷുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്തു, ചെറിയ തോതിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ്. അതിന് ശേഷം ഇന്നാണ് ഞാൻ ഈ പഴയ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ ഇട്ടിട്ടൊന്ന് ഇടാൻ പാകത്തിലായത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.